മണിക്കൂറിലെ ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. പഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ ഇന്ന് സർവകക്ഷി യോഗം. മന്ത്രിസഭാ സമിതിയുടെ തീരുമാനങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശദീകരിക്കും. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ നടപടിക്ക് പിന്നാലെ മറുപടിയുമായി പാകിസ്ഥാൻ. ഉചിതമായ മറുപടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. കശ്മീരിൽ അതീവ ജാഗ്രത. ഭീകരാക്രമണത്തെ അപലപിച്ച് കാനഡ. ഞെട്ടിക്കുന്ന സംഭവം എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി. കാർണിയുടെ പ്രതികരണം. കന്നഡയുടെ മൗനം ചർച്ചയായതോടെ. മാസപ്പടി കേസിൽ SFIO നൽകിയ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വീണയ്ക്ക് മുഖ്യ പങ്കെന്ന് SFIO കുറ്റപത്രം. CMRL നിന്ന് വീണയ്ക്ക് പ്രതിമാസം എത്തിയത് 5 ലക്ഷം രൂപ വീതം. എക്സാലോജിക് എന്നാൽ വീണ മാത്രമെന്നും കണ്ടെത്തൽ. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതിക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. പ്രതി രാജേന്ദ്രന് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ചെടിക്കടയിലെ ജീവനക്കാരി വിനീതയെ പ്രതി ക്രൂരമായി കൊന്നത് മാലമോഷണത്തിനിടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി ലോകം. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം തുടരുന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഒഴുക്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.